നമസ്കാരം. കേരളത്തെ അപമാനിക്കുന്ന സിനിമ കേരള സ്റ്റോറി എന്ന പേരിൽ പ്രദർശനത്തിന് എത്തിയത് നേരത്തെ തന്നെ വിവാദമായതാണ്. ഇതാ ഇപ്പോൾ ചിത്രം രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചാനലായ ദൂരദർശനിൽ അല്പസമയത്തിനകം സംപ്രേഷണം ചെയ്യുന്നു. അതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ. BJPയുടെ അജണ്ട നടപ്പിലാക്കി ധ്രുവീകരണം നടപ്പിലാക്കാനാണ് സിനിമ ദൂരദർശനിൽ കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞു കഴിഞ്ഞു. അടിയന്തരമായി തീരുമാനം പിൻവലിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. പ്രതിപക്ഷ നേതാവും CPIM സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെ നിരവധി നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ദൂരദർശൻ നിലവിൽ വന്ന ശേഷം നാളിതുവരെ കാണാത്ത കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നതെന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നു. 2014 മുതൽ ദൂരദർശൻ സംഘപരിവാറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ എന്നതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രസാർ ഭാരതിയായി സ്വയംഭരണം നേടിയെങ്കിലും ഇപ്പോൾ ദൂരദർശൻ മോദി പ്രഭാവത്തിനുള്ള ഇടമാണ് എന്നാണ് വിമർശനം. നാഗ്പൂരിൽ നിന്ന് RSS പ്രസംഗം മുതൽ അയോധ്യയിലെ പൂജയും ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറിയുടെ ഇന്നത്തെ പ്രദർശനവും വരെ ആകുമ്പോൾ ആളുകളുടെ സംശയം ഇത് ദൂരദർശനാണോ അതോ സംഘദർശൻ ആണോ എന്നാണ്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ ചേരുന്നവർ CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, BJP വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, താങ്കളിലേക്ക് വരികയാണ്. BJPക്ക് ഇക്കാര്യത്തിൽ എന്താണ് ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പല കാര്യങ്ങളിൽ BJPയുടെ നിലപാടുകൾ, BJPയുടെ നിയമനിർമ്മാണങ്ങളൊക്കെ രാജ്യം പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ദൂരദർശനെ പോലെ ഒരു ഔദ്യോഗിക മാധ്യമത്തെ പോലും ഇതുപോലെ ഒരു ധ്രുവീകരണത്തിനായി ഉപയോഗിക്കുന്നു. കേരളത്തെ പോലൊരു സംസ്ഥാനത്തെ അപമാനിക്കുന്നതിനായി ഒരു സിനിമ കാണിക്കുന്നതിന് തയ്യാറാകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കണം BJPയുടെ ലക്ഷ്യം? ലാലെ, നമുക്ക് കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നത് ഇലക്ട്രൽ ബോണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതുമെല്ലാം ഒരു ഭരണത്തിന് വേണ്ടി, ഒരു ഭരണം, ഒരു പാർട്ടി, ഒരു നേതാവിന് വേണ്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചത്. ആരോടും പറയണ്ട, ജനങ്ങളാരും അറിയേ വേണ്ട. അതാണ് നിയമം. അത് സുപ്രീം കോടതി അടിച്ചു പൊളിച്ചത് കൊണ്ട് മാത്രം ആർക്കൊക്കെ കാശ് എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളത് വ്യക്തമായി. ഇപ്പോൾ ഇതാ കേരള സ്റ്റോറി എന്നത് കേരള വിരുദ്ധമായ, നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നാടിനെയും ഇകഴ്ത്തുന്ന, ചെറുതാക്കി കാണിക്കുന്ന, വർഗീയ കോമരങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ്. അത് കാണിക്കരുത്, പ്രദർശിപ്പിക്കരുത്. പ്രത്യേകിച്ച് ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വന്നിരിക്കുന്ന സമയമാണ്. ഇവിടെ സ്വതന്ത്രമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അതിനെ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അക്കാര്യം പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ പാർട്ടികളും ഒന്നിച്ച് ആവശ്യപ്പെട്ടിട്ടും ആ പ്രദർശനം തടയാൻ ദൂരദർശൻ്റെ അധികൃതർ തയ്യാറായില്ല. അത് തടയാൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറായില്ല എന്ന് പറയുമ്പോൾ എല്ലാം ഒരു നേതാവിന് വേണ്ടി, ഒരു നേതൃത്വത്തിന് വേണ്ടി, ഒരു പാർട്ടിക്ക് വേണ്ടി എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സത്യമാണെന്ന് വരുന്നു. ഇതാ അതിലേക്ക് ഒരു തെളിവ് കൂടി. കേരള സ്റ്റോറി പരക്കെ വിമർശിക്കപ്പെട്ട, ഒരു കാരണവശാലും കേരളത്തിൻ്റെ രീതികളുമായിട്ട്, കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ട് ഒത്തുപോകാത്ത ഒരു സ്റ്റോറി കേരളത്തിൻ്റെ പേരിൽ കേരള സ്റ്റോറി എന്ന് തന്നെ പേരിട്ടിട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ ദുരുദ്ദേശമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ദുരുദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിനെതിരാണ്, കേരളത്തിൻ്റെ സംസ്കാരത്തിനും കേരളത്തിലെ ജനങ്ങൾക്കുമെതിരാണ്. ഇതുപോലെ സമവായത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹം, ഇതുപോലെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ ഒരിടത്തുമില്ല എന്നുള്ളത് ഓർക്കണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതുപോലൊരു സിനിമ ഇന്ത്യ മുഴുക്കിയും ഓടിയത്. എന്തുമാത്രം ഓടിയെന്ന് എനിക്കറിയത്തില്ല.
പക്ഷേ ഇന്നത് വീണ്ടും ദൂരദർശൻ അത് പ്രദർശിപ്പിക്കാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ മുഖത്ത് കരിവാരി തേക്കുകയാണ്, സംശയമില്ല ലാൽ. ദൂരദർശൻ്റെ ഒരു പാരമ്പര്യം നമുക്കൊക്കെ അറിയാം. ദൂരദർശനിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ പെരുമാറ്റച്ചട്ടം കൃത്യമായി അളന്ന് നോക്കി നൂലൊക്കെ വെച്ച് പിടിച്ചാണ് അവിടെ ഓരോ കാര്യങ്ങളും വാർത്തകൾ പോലും കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. അവിടെ ദൃശ്യങ്ങൾ കൂടിപ്പോകാതിരിക്കാനുള്ള മെഷീൻ തന്നെ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് കൃത്യമാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ അത് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ അതിലൊന്നും ബോധർ ചെയ്യാത്ത ഒരു സർക്കാരിൻ്റെ ഇടപെടൽ, ഔദ്യോഗിക മാധ്യമത്തിൻ്റെ ദുരുപയോഗം, ആ കാര്യത്തിൽ അതൊന്നും നോക്കേണ്ടതില്ല. താങ്കൾ പറഞ്ഞ പോലെ ഒരു നേതാവിലേക്ക് ആ നേതാവിനെ പുകഴ്ത്തി കാണിക്കുക, അവരുടെ പ്രചരണ പരിപാടികൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക, അവരുടെ അജണ്ട നടപ്പിലാക്കുക എന്നത് തന്നെയാണോ ലക്ഷ്യം? അത് തീർച്ചയായിട്ടും ലാൽ. പക്ഷേ ഞാനൊരു ആശ്വാസം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ, നമ്മെ കാണുന്ന ജനങ്ങൾ, കേരളത്തിലും പുറത്തുമുള്ള ജനങ്ങൾ, അവരെ സാക്ഷിയാക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സിനിമ കാണിച്ചതുകൊണ്ട് BJPക്ക് കേരളത്തിൽ ഒരൊറ്റ വോട്ടും കിട്ടാൻ പോകുന്നില്ല അധികമായിട്ട്. ഈ ഒരു സിനിമ കാണിച്ചതുകൊണ്ട് മലയാളിയുടെ, കേരളീയൻ്റെ മനസ്സിൽ ഒരു കറയും ഏൽക്കാൻ പോകുന്നില്ല ലാൽ. ഈ ഒരൊറ്റ സിനിമ കാണിച്ചതുകൊണ്ട് മലയാളി അയ്യോ ഇതൊക്കെയാണോ കേരളം എന്ന് ചിന്തിക്കത്തില്ല. കാരണം കേരളത്തിൽ ജീവിക്കുന്ന മലയാളിക്കറിയാം കേരളത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന്. കേരളത്തെക്കുറിച്ച് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഭൂലോക കള്ളത്തരമാണെന്ന് സിനിമ കാണുന്നവർക്കറിയാം. ആരെങ്കിലും കണ്ടാൽ കാണുന്നവർക്കറിയാം. എന്താണെങ്കിലും ദൂരദർശന് അതിൻ്റെ പേരിൽ കുറേ BJPക്കാർ സിനിമ കാണുമെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ, അതിനകത്ത് പ്രയാസപ്പെടേണ്ടതില്ല. പക്ഷേ യഥാർത്ഥ മലയാളി, യഥാർത്ഥ കേരളീയൻ ഈ സിനിമ കണ്ടിട്ട് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാക്കത്തില്ല ലാൽ. അതാണ് കേരളത്തെ സംബന്ധിച്ച് ഒരു ആശ്വാസവാക്ക് പറയാൻ ഈ നിമിഷം ഉള്ളത്. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ ആശ്വസിച്ച ആ ഒരു കാര്യത്തിൽ നമുക്കറിയാം കേരളം ഒരിക്കലും എന്തൊക്കെ തരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുപോയാലും കേരളം അതിലേക്ക് വീഴില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ കേരളത്തിനപ്പുറമുള്ള എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ BJPക്ക്, നരേന്ദ്രമോദിക്ക് ഈ സന്ദർഭത്തിൽ കേരള സ്റ്റോറി കാണിച്ചുകൊണ്ട് രാജ്യത്തോട് എന്തെങ്കിലും പറയാൻ BJP ഉദ്ദേശിക്കുന്നുണ്ടോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ. രാജ്യത്ത് ഇന്ന് BJPയെ രാഷ്ട്രീയമായിട്ടും പ്രത്യയശാസ്ത്രപരമായും അതിശക്തമായി പ്രതിരോധിക്കുക മാത്രമല്ല, ഒരു അക്കൗണ്ട് തുറക്കാൻ പോലും സാധ്യമല്ലാത്ത തരത്തിൽ മതനിരപേക്ഷ ബോധത്തെ വളർത്തിയെടുക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ BJPയുടെ വിഭജനവും വർഗീയതയും ഉണ്ടാക്കാനുള്ള, വിദ്വേഷം പടർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും മലയാളി സമൂഹം ഒന്നാകെ ഇന്ന് പ്രതിരോധിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടന അതിനൊരു പ്രധാന കാരണമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ഒരു പ്രധാന കാരണമാണ്. ഇവിടുത്തെ നവോത്ഥാന മൂല്യങ്ങൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവർ പഠിച്ച പടി 18 നോക്കിയിട്ടും അവർക്കിവിടെ വിഭജനമുണ്ടാക്കി ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന രാഷ്ട്രീയ അജണ്ട വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ടെലിവിഷൻ സംപ്രേഷണ സ്ഥാപനം ഇതുപോലുള്ള വിദ്വേഷം പടർത്തുന്ന വളരെ വിവാദപരമായ ആ വിവാദങ്ങളുടെ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് സെൻസർ ബോർഡിൽ തന്നെ ഇടപെട്ട് നിരവധി രംഗങ്ങൾ വെട്ടിമാറ്റേണ്ടി വന്ന അത്രയും വൾഗറായിട്ടുള്ള ഒരു സിനിമയാണ്. ആ വൾഗറായിട്ടുള്ള സിനിമ ഇപ്പോൾ കാണിക്കുന്നത് രാജ്യത്തൊട്ടാകെ കേരളം വളരെ മോശപ്പെട്ട ഒരു സ്ഥലമാണ്. കേരളത്തിൽ ആളുകൾ മതപരിവർത്തനം നടത്തുന്നു. അവരെല്ലാം തന്നെ എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. 38,000-ഓളം ഹിന്ദു സ്ത്രീകൾ മതം മാറി IS റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നതുപോലെയുള്ള
വലിയ നുണകൾ. ഹിറ്റ്ലറുടെ പ്രചാരക മന്ത്രിയായിരുന്ന ഗീബൽസ് പറയുന്നുണ്ട്, നുണകൾ പറയുമ്പോൾ വലിയ നുണകൾ പറയണമെന്ന്. അപ്പോൾ സുദീപ്തോസൻ എന്ന് പറയുന്ന ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള വിദ്വാൻ ഇദ്ദേഹം എന്താണ് വലിയ നുണകൾ പറഞ്ഞ്, അതായത് മിസ്റ്റർ ഗീബൽസിൻ്റെ ഏറ്റവും ഉത്തമ പുത്രനാവാൻ ശ്രമിക്കുകയാണ്. വലിയ നുണകൾ പറയുക, കേരളത്തിൽ വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തുന്നു, ഹിന്ദു സ്ത്രീകൾ മുസ്ലിമാവുന്നു, അവരെല്ലാം തന്നെ എന്താണ് IS റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. ഇത് വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നുണക്കഥകളാണെന്ന് കേരളത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ നുണക്കഥകളൊന്നും കേരള സമൂഹത്തിൽ കാര്യമായ ഒരു ചലനമുണ്ടാക്കില്ലെങ്കിലും ദേശീയ തലത്തിൽ രാജ്യത്താകെ എന്താണ് കേരളം വളരെ മോശപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. ഇവിടുത്തെ കമ്മി ഭരണം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ശക്തികൾ, ഇവിടുത്തെ സർക്കാർ എല്ലാം തന്നെ എന്താണ് IS റിക്രൂട്ട് ചെയ്യാൻ ആവശ്യമായ ഇസ്ലാമിക മതപരിവർത്തനത്തിന് സഹായം നൽകുന്നവരാണ്. അതോടൊപ്പം തന്നെ എന്താണ് രാജ്യത്താകെ ഇസ്ലാമോഫോബിക്കാക്കാനുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഇപ്പോൾ ദൂരദർശൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അങ്ങേയറ്റം വിദ്വേഷപ്രചരണപരമായ ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിളിന് വിരുദ്ധമായിട്ടുള്ള വളരെ കുറ്റകരമായ ഒരു കൃത്യമാണ് ദൂരദർശൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാവരും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ദൂരദർശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രദർശനം നടത്താൻ പാടില്ലെന്ന്. അതിനെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഇതിപ്പോൾ പ്രദർശനത്തിനെത്തുക എന്ന് പറയുന്നത് നമ്മുടെ മതനിരപേക്ഷ ബോധത്തെ, നമ്മുടെ നിയമപാലന സംവിധാനത്തെ, ഭരണഘടനയെ തന്നെ ഹിംസിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും. ഇതിനെ അതിശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിദ്വേഷം പടർത്താൻ, ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താൻ, അതിന് ഔദ്യോഗിക മാധ്യമ സംവിധാനത്തെ തന്നെ ഉപയോഗപ്പെടുത്താൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? ഇവർ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഭരണഘടനയാൽ നിർണ്ണയിക്കപ്പെട്ടതല്ലേ? ആ ഭരണഘടനയാൽ നിർണ്ണയിക്കപ്പെട്ട അധികാരത്തിന് വിരുദ്ധമായിട്ട് രാജ്യത്തെ ആകെ മതപരമായി വിഭജിക്കാൻ, ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരായിട്ട് വിദ്വേഷം പടർത്താൻ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമാണ് കേരളം എന്ന് വരുത്തി തീർക്കാൻ ആർക്കാണ് BJP സർക്കാരിന്, ഈ പ്രസാർ ഭാരതിക്ക് അധികാരം കൊടുത്തത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഈ ചോദ്യം കേരളം ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് യുക്തിയിൽ നിന്നുള്ള ഇടപെടലുകളാണ് ഇതെന്ന കാര്യം കേരളം തിരിച്ചറിയും. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ അല്ലെങ്കിൽ വംശ അധിഷ്ഠിതമായ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വളരെ മോശക്കാരായി, വളരെ ഭീകരവാദികളായി, ആ വിഭാഗത്തിന് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകളായിട്ട് കേരള സമൂഹത്തെ തന്നെ ആക്ഷേപിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണിത്. ആ സിനിമ കാണിക്കാൻ ഈ ഔദ്യോഗിക പ്രക്ഷേപണ കേന്ദ്രത്തെ തന്നെ ഉപയോഗിച്ച മോഡി സർക്കാരിനെതിരായിട്ട് അതിശക്തമായ വികാരം രാജ്യത്തൊട്ടാകെ ഉയർന്നു വരണം. മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ അതിന് മുൻകൈയെടുക്കണം. അത്തരമൊരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യൂ? മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു ഔദ്യോഗിക സംപ്രേഷണ കേന്ദ്രം തന്നെ ഇതുപോലുള്ള വളരെ ആക്ഷേപിക്കപ്പെട്ട, വളരെ വിവാദപരമായ, വളരെയേറെ വിമർശിക്കപ്പെട്ട ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുക്കുമോ? തയ്യാറോ? ആ ടെലികാസ്റ്റിങ്ങിലൂടെ BJP നൽകുന്ന സന്ദേശം ഞങ്ങൾക്ക് നിയമാതീതമായി വിദ്വേഷ പ്രചരണം നടത്താൻ, വർഗീയവൽക്കരണം നടത്താൻ അവകാശമുണ്ട് എന്നാണ്. ആ ധാർഷ്ട്യത്തെയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ വരാം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ശ്രീ അനിൽ ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് BJP വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജും ഇപ്പോൾ KT കുഞ്ഞിക്കണ്ണനും ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. കേരളത്തിനെതിരെ ഒരു വിദ്വേഷ പ്രചരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച കേരള സ്റ്റോറി എന്നൊരു സിനിമ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതിന്, ദൂരദർശൻ വഴി പ്രദർശിപ്പിക്കുന്നതിന് BJP മുൻകൈ എടുക്കേണ്ടിയിരുന്നോ? BJP ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് ഇടപെടേണ്ടിയിരുന്നതല്ലേ? കേരളത്തോടുള്ള ഒരു വികാരം BJPക്ക് ഉണ്ടാകേണ്ടതല്ലേ? അത് ഉണ്ടായോ? അല്ല, JP നദ്ദയുടെ ഓഫീസിൽ നിന്ന് ഒരു കടലാസ് എഴുതി, അലയോ ദൂരദർശൻ, താങ്കൾ ഈ സിനിമ ഇന്ന സമയത്ത് കാണിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. BJP എന്ന് പറയപ്പെടേണ്ട ദൂരദർശനാണ് സംപ്രേഷണം ചെയ്യുന്നത്. നോക്കൂ, ബഹുമാനനായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശൈലിയിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുകയും ഇടതുപക്ഷ ശൈലിയല്ലാതെ മറ്റൊരു ശൈലി ഈ ഭൂമിയിൽ ഇല്ല എന്ന് പോലും വിശ്വസിക്കുന്ന ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ രാഷ്ട്രീയം കൃത്യമായി പറയും. നല്ല കാര്യം, അത് അവരുടെ രാഷ്ട്രീയം. പിന്നെ ജേക്കബ് ജോർജ് പറയുന്നതിനെക്കുറിച്ചൊന്നും ജേക്കബ് ജോർജ് കുറേ നാളുകളായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ശൈലി എടുത്താൽ
7 വർഷം അടുപ്പിച്ചൊരു രാഷ്ട്രീയ സംഘടനയെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ CPM രണ്ടാം ഭരണം വന്നതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളൊക്കെ 5 വർഷം നിലനിൽക്കാറുണ്ട്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, വ്യക്തിപരമായി ആളുകളെ അധിക്ഷേപിക്കരുത്. ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സ്ഥിരം കാണിക്കുന്ന ശൈലി ഈ ചർച്ചയിൽ താങ്കൾ ദയവായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് താങ്കൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ പറയൂ. അല്ലെങ്കിൽ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടാണല്ലോ. ഡോക്ടർ ലാലിൻ്റെ ക്യാമറാമാൻമാരോട് എന്നെ കട്ട് ചെയ്തോളാൻ പറഞ്ഞോളൂ. നിങ്ങൾ ഈ 3 പേര് സംസാരിക്കുമ്പോൾ വളരെ കുലീനനായിട്ടല്ലേ നിന്ന്? ഞാൻ സംസാരിക്കുമ്പോൾ കുലീനത നിന്ന് കാണിക്കുന്നതിൽ മാത്രം പോരാ, പറയുന്ന കാര്യത്തിലും വേണമല്ലോ. കുലീനത എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലും വേണം. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ എന്താ പറയുക, ഒരാളുടെ അഭിപ്രായം 5 വർഷക്കാലം മാറി മാറി വരുന്നു. അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അതെവിടെ വ്യക്തിപരം? നമ്മുടെ ചർച്ചാ വിഷയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ മാറുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ മാറുന്നുണ്ട്? ആയിക്കോട്ടെ, അതിൽ തെറ്റ് ഞാനൊന്നും പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ ശൈലി അതാണെന്നല്ലേ പറഞ്ഞുള്ളൂ. പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? ദൂരദർശനെ പോലെ ഒരു ഔദ്യോഗിക മാധ്യമത്തെ ഒരു നേതാവ് ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദുരുദ്ദേശപരമാണ് ഈ സിനിമ ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ എടുത്ത തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. BJPക്ക് അതുകൊണ്ട് കേരളത്തിൽ ഒരു വോട്ട് പോലും അധികം കിട്ടാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ മറുപടി എന്താണ്? ഒന്നും പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലേ? അദ്ദേഹം എന്തും പറഞ്ഞോട്ടെ. ഞാൻ ഈ സിനിമയെ കുറിച്ചാണ് നിങ്ങളുടെ ചർച്ച. ആ ചർച്ചയ്ക്ക് മുൻപ് സിനിമയെ കുറിച്ചല്ല ചർച്ച. അങ്ങനെ ഒരു സിനിമ വിവാദമായതാണ്. ആ വിവാദമായ സിനിമ ദൂരദർശനിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ കാണിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് നമ്മുടെ ചർച്ച. ദൂരദർശൻ ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയട്ടെ. 250 കോടി രൂപയോളം ഇന്ത്യ മഹാരാജ്യത്ത് കളക്ട് ചെയ്ത ഒരു സിനിമ. ആ സിനിമയ്ക്കകത്ത് കണ്ടന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? കേരളത്തിൽ അതിനോട് അനുയോജ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടന്നിട്ടില്ല. നിമിഷ ഫാത്തിമയും സോഫിയ സെബാസ്റ്റ്യനും അതുപോലെ തന്നെ ജസ്ന, എരുമേലിയുള്ള ജസ്നയൊക്കെ ഇപ്പോൾ എവിടെയാ? ക്രിസ്ത്യൻ പാതിരിമാരെ കുറിച്ചും, അതായത് 32,000 സ്ത്രീകൾ കേരളത്തിൽ നിന്ന് മതം മാറി ചേർന്നു എന്ന് സിനിമ കാണാത്തോണ്ടാണ് ഡോക്ടർ ലാൽ ഡോക്ടർ ലാൽ ആ സിനിമ കണ്ടു. ആ സിനിമയിൽ 32,000 ഇല്ല സാർ. അതിന്റെ പ്രിവ്യൂ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻട്രോ വന്ന എന്തോ ഒരു ചെറിയ 2 മിനിറ്റ് 3 മിനിറ്റ് സംഭവം വന്ന സമയത്ത് വന്ന കാര്യങ്ങൾ അപ്പം തന്നെ തിരുത്തിയത് ലാലിന് പറയാൻ എനിക്കറിയാം. എന്തിനാണ് ഈ നുണ പ്രചരിപ്പിക്കുന്നത്? ആ സിനിമയിൽ അങ്ങനെയില്ല. നോക്കുന്നു, ഈ കേരളത്തിനകത്ത് IS തീവ്രവാദ റിക്രൂട്ടിംഗ് സംവിധാനം നടന്നിട്ടില്ല എന്ന് ഡോക്ടർ ലാലിന് എന്നോട് പറയാൻ സാധിക്കുമോ? ക്രിസ്ത്യൻ ഇടയലേഖനങ്ങൾ അടക്കമില്ലേ? ക്രിസ്ത്യൻ സമൂഹത്തിലടങ്ങുന്ന ഒന്നോ രണ്ടോ എത്ര ജസ്ന എവിടെയാണെന്ന് പറയട്ടെ. നിരവധി ആളുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് കേരളത്തിന്റെ ആയിരക്കണക്കിനാണെന്ന് ഈ സിനിമ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഒരു കാര്യം കേരളത്തെ അപമാനിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ കേരളത്തിൽ നടക്കുന്നതായി തെളിവില്ല. അത് BJP സർക്കാരിന്റെ കയ്യിലുമില്ല. ശരി, കേരള സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു സിനിമയാണെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും സംഘടനകളും പറയുമ്പോൾ അങ്ങനെ ഒരു സിനിമ ദൂരദർശൻ പോലെ ഒരു ഔദ്യോഗിക മാധ്യമത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കാണിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമല്ലേ? മാറരുതെന്ന ഒരു അപേക്ഷയാണുള്ളത്. വേറൊരു ഒരു സിനിമയുടെ പേരും പറഞ്ഞ്, ദൂരദർശന്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക. ശ്രീ ഉല്ലാസ് ബാബു ദയവായി താങ്കൾ ഒന്ന് ഞാൻ പറയുന്നൊന്ന് കേൾക്കാമോ? ശ്രീ ഉല്ലാസ് ബാബു ദയവായി താങ്കൾ ഞാൻ പറയുന്നൊന്ന് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്ക്. താങ്കളെ ഞാനാണോ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത്? എനിക്ക് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് കൊണ്ട് BJPക്ക് വേണ്ടി അത് പറയാനാണ് താങ്കൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. താങ്കൾ പ്രസംഗിക്കാനായി എന്തെങ്കിലും എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഇവിടെ പറഞ്ഞിട്ട് പോകാനല്ലോ താങ്കളെ ക്ഷണിച്ചത്. ചോദ്യം കേൾക്കുന്നതിന്റെ മറുപടി പറയാനോ? എന്റെ ചോദ്യം താങ്കൾ കേട്ടോ? ഒരു കാര്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി. എന്റെ ചോദ്യം താങ്കൾ കേട്ടോ? എന്റെ ചോദ്യം താങ്കൾ കേട്ടോ? എന്റെ ചോദ്യം താങ്കൾ കേട്ടോ? ശരി, എന്റെ ചോദ്യം എന്താണെന്നെങ്കിലും പറയൂ. എന്റെ ചോദ്യം എന്താണെന്നെങ്കിലും താങ്കൾ പറയൂ. എന്റെ ഉത്തരം താങ്കൾ കേട്ടോ? എന്റെ ഉത്തരം താങ്കൾ കേട്ടോ? അത് കേട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കേട്ടു. എന്റെ ചോദ്യത്തിനല്ല താങ്കൾ ഉത്തരം പറയുന്നത്. എന്റെ ചോദ്യത്തിനല്ല താങ്കൾ ഉത്തരം പറയുന്നത്. ഞാനൊരു ഉത്തരം പറയുമ്പോ അതിന്റെ ഇടയിൽ കയറി വെടിവെച്ച് അങ്ങനെ താങ്കൾ പറയുന്ന ഉത്തരത്തിനനുസരിച്ച് ചോദ്യം എനിക്ക് രണ്ടാമത് ഫേസ് ചെയ്യാൻ പറ്റില്ല. എന്റെ ചോദ്യം ആദ്യമുണ്ട്, അത് താങ്കൾ കേൾക്കൂ. ബാക്കി 3 പേരോട് ആ ശൈലിയായിരുന്നല്ലോ. അതെ തന്നെയായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചു, അവർ ഉത്തരം പറഞ്ഞു.
താങ്കളോട് ഞാൻ ചോദ്യം ചോദിച്ചു, അപ്പോൾ താങ്കൾ പറയുന്നു ഞാൻ ഉത്തരം പറയും ആദ്യം, പിന്നീട് ചോദ്യം ഇടാനാണ് താങ്കൾ പറയുന്നത്. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ വ്യക്തിവൈരാഗ്യം കാണിക്കുന്നത്? എന്ത് വ്യക്തിപരമായിരിക്കാം? എനിക്ക് താങ്കളെ വ്യക്തിപരമായിട്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. BJP ആണ് താങ്കളെ എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നിരിക്കുന്നത്. താങ്കളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതാണ് ആ ചോദ്യം. കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പരക്കെ അഭിപ്രായമുണ്ട്. ഈ പാനലിൽ തന്നെ ഇതുവരെ സംസാരിച്ചവർ ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ രാവിലെ മുതൽ ഇതുവരെ, ഇന്നലെ രാത്രി മുതൽ ഇതുവരെ, ഈ വാർത്ത അറിഞ്ഞത് മുതൽ സംഘടനകളും പാർട്ടികളും ഒക്കെ കേരളത്തെ അധിക്ഷേപിക്കുന്നതാണ്. ഈ സിനിമ ഇപ്പോൾ ദൂരദർശനിൽ കാണിക്കാതിരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഈ സിനിമ പെരുമാറ്റച്ചട്ട ലംഘനം ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ ടൈമിൽ ഇത് കാണിക്കാൻ പാടില്ല, അത് BJPയുടെ അജണ്ടയെ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് താങ്കളുടെ മറുപടി എന്താണ്? ഇനി ഞാൻ പറയുന്നത് ഒരു 3 മിനിറ്റ് നേരം ഒരു ജെന്റിൽമാൻഷിപ്പിന്റെ പേരിൽ. ഇനി 3 മിനിറ്റ് ഇല്ല സർ, കേൾക്കണേ. അത് കഴിഞ്ഞ് എന്നോട് വിരോധം കാണിച്ചോളൂ, നോ പ്രോബ്ലം. ഈ സിനിമ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, ഈ സിനിമയ്ക്കകത്ത് കേരളത്തെ അപമാനിക്കുന്നു എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ ആരോപണങ്ങൾ മാത്രമാണ്, അത് രാഷ്ട്രീയമാണ്. ഈ സിനിമയ്ക്കകത്ത് ഒരു തരത്തിലുള്ള കേരളത്തെ അപമാനിക്കുന്ന കാര്യങ്ങൾ, ചില യാഥാർത്ഥ്യ കാര്യങ്ങൾ, കേരളത്തിൽ നടന്ന വിഷയങ്ങൾ ആ സിനിമയിൽ കോട്ട ചെയ്തിട്ടുണ്ടാവാം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു നിങ്ങൾ. ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് അത് പ്രദർശിപ്പിച്ചോട്ടെ, കാണുന്നവർ കണ്ടോട്ടെ. നിങ്ങൾ കേരളത്തെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നുള്ളത് ആരോപണം മാത്രമാണ്. പക്ഷേ ഈ കേരളത്തിനകത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ക്രിസ്ത്യൻ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും നിരവധി പെൺകുട്ടികൾ ഇതേപോലെ തന്നെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുമുണ്ട്. കൃത്യമായിട്ടുള്ള നിയമ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ പോലീസ് സംവിധാനവും കൃത്യമായി റിപ്പോർട്ട് ചെയ്ത ചരിത്രവും ദൂരദർശൻ പോലെ ഒരു ചാനലിൽ കാണിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം സാർ. അങ്ങനെയാണെങ്കിൽ BJPക്കും ഹിന്ദുത്വവാദികൾക്കും സംഘപരിവാറിനും ഒക്കെ ദോഷം ഉണ്ടാക്കുന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരെ എതിർക്കുന്ന സിനിമകളുണ്ട്. അതൊക്കെ ഈ സമയത്ത് കാണിക്കുമോ? ദൂരദർശനിൽ ഏത് സിനിമ കാണിക്കണം, ദൂരദർശനിൽ ഏത് സിനിമ ഏത് സമയത്ത് കാണിക്കണമെന്ന് എനിക്കോ ഡോക്ടർ ലാലിനോ നിശ്ചയിക്കാനാവില്ല. അതിനൊരു കൃത്യമായ സിസ്റ്റം ഉണ്ട്. അല്ല, ആ സിസ്റ്റമാണ് നേരെ വർക്ക് ചെയ്തോ എന്ന് ചോദിക്കുന്നത്. അതിപ്പോ മറ്റൊരു സ്വകാര്യ ചാനലാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തർക്കിക്കാം. പക്ഷെ ദൂരദർശനിൽ അതിനുള്ള സംവിധാനം എന്താണ് സാർ? ഒന്നാമത്തെ ഈ സിനിമ എന്ന് പറയപ്പെടുന്നത് യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുന്ന സിനിമയാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ, നമ്പർ 1. നമ്പർ 2, ഈ സിനിമ കണ്ടതുകൊണ്ട് രാഷ്ട്രീയത്തിലെ പ്രത്യേക മാറ്റങ്ങളോ മറച്ചിലുകളോ ഉണ്ടാവില്ല എന്ന് കുഞ്ഞിക്കണ്ണൻ സാർ നേരത്തെ പറഞ്ഞതിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കണം. 3, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ദൂരദർശനിലൂടെ കടത്തിവിട്ടിട്ട് രാഷ്ട്രീയമായിട്ട് ഒരു വോട്ടും 10 വോട്ടും കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കൃത്യമായിട്ട് 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ ചെയ്ത പ്രവൃത്തികളുമായിട്ടാണ്. അതിന് നിങ്ങൾ എതിർക്കുന്നു, അത് നിങ്ങൾ ജനാധിപത്യത്തിൽ ജനമധ്യത്തിൽ പറയുക. ഞങ്ങൾ അതിനെക്കുറിച്ച് അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ സിനിമകൾ കടത്തിവിട്ട് ധ്രുവീകരണം ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം ഉയരും. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു 8 മിനിറ്റോളം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അനിൽ ബോസ്, ഇപ്പോ സിനിമയിൽ പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ഉല്ലാസ് ബാബു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം BJP അങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ്. അങ്ങനെ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ BJPക്ക് കേരളത്തോട് ഇപ്പോൾ പറയാനുണ്ട്. അത് കേരളത്തോട് പറയാനുള്ളതിനേക്കാൾ കേരളത്തിൽ ആരും അത് വിശ്വസിക്കില്ല, കേരളത്തിൽ BJPക്ക് അതുവഴി ഗുണമുണ്ടാകാൻ പോകുന്നില്ല എന്ന് ഇവിടെ പലരും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. അപ്പോൾ അതിനേക്കാൾ അപ്പുറം കേരളത്തിന് പുറത്തേക്കാണ് കേരളത്തെക്കുറിച്ചുള്ള ഈ കഥകൾ ഇപ്പോൾ പ്രചരിപ്പിക്കാൻ BJP ഉദ്ദേശിക്കുന്നത് എന്നാണ്. രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. അതിൻ്റെ പേരിൽ രാജ്യത്ത് മുഴുവൻ BJPക്ക് ഗുണമുണ്ടാക്കാൻ ഇപ്പോൾ ഇതുവഴിയൊക്കെ ശ്രമിച്ചാൽ നടക്കുമോ? പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഒരു ഗവൺമെൻറ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴും വിഭജനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ലഭ്യമായിട്ടുള്ള ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ഒരു നാടിനെ എങ്ങനെ കുട്ടിച്ചോറാക്കാം, എങ്ങനെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരാം എന്നത് മാത്രമാണ് എക്കാലവും സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് വച്ചിട്ടുള്ളത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി എന്നിരിക്കട്ടെ, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം
ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാക്കി പെരുപ്പിച്ച് കാണിച്ച് നമ്മൾ എത്രയോ സ്നേഹത്തോടെ കഴിയുന്ന ഒരു മതവിഭാഗത്തെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിയുന്ന ഒരു നാട്ടിൽ സംശയത്തിൻ്റെ മുൾമുനിൽ നിർത്തി അവരെ മാത്രം തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന ഈ നടപടി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞാൻ ഉറപ്പായും ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഇവർ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുന്ന സമുദായത്തെക്കാൾ എത്രയോ വലിയ ഭീകരവാദികളാണ് ഇന്ത്യൻ ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. എത്രയോ വലിയ ഭീകരവാദികളാണ്. അത് വംശീയത എടുത്താലും വർഗീയത എടുത്താലും നമുക്ക് കാണാൻ കഴിയില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിക്കാൻ വേണ്ടി സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന, അറുംകൊലകൾ ചെയ്യുന്ന, എല്ലാ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്ന ഹിന്ദു തീവ്രവാദികളോളം വരുമോ ഇപ്പോൾ ഇവർ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുന്നവർ? വരുമോ? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലാണിത് ചെയ്യുന്നത്. ദൂരദർശൻ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപൂർവ്വം കാണുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളൊക്കെ എത്രയോ വട്ടം ദൂരദർശനിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ദൂരദർശൻ്റെ ശൈലി എന്താ? ഇന്നലെയും എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്ന ദൂരദർശൻ TA തരാം, ഇതെല്ലാം പറഞ്ഞിട്ടുള്ള, നമ്മൾ ആരെങ്കിലും ദൂരെ നിന്ന് ചർച്ച ചെയ്താൽ വണ്ടി ഉൾപ്പെടെ തരാമെന്ന് പറഞ്ഞു. നമ്മളെന്താ പോകാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് പോകാൻ തയ്യാറാകാത്തത്? ഈ പാനലിരിക്കുന്നവർ തന്നെ എത്രയോ വട്ടം ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തെ സ്ഥിതിയാണോ ഇപ്പോൾ ദൂരദർശനിൽ? സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് സംപ്രേഷണം ചെയ്യപ്പെടുമോ? അവർ പറയുന്ന ഏതെങ്കിലും ഇതുപോലെയുള്ള ഭീകരവാദത്തിന് ഊന്നൽ നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാൽ അത് തിരുത്തപ്പെടുമോ? BJPയുടെ പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത് തിരുത്തപ്പെടുമോ? നമ്മൾ ഈ സർക്കാരിനെതിരായിട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ കൈരളി ചാനലിൽ ഞാൻ വന്നിരിക്കുന്നു. കൈരളി ചാനൽ ഇടതുപക്ഷ മുന്നണിയുടെ, പ്രത്യേകിച്ച് CPMൻ്റെ ചാനലാണ്. നിങ്ങൾ നമ്മളെ എതിർക്കാറുണ്ട്, നമ്മളോട് വിയോജിക്കാറുണ്ട്, നമ്മൾ തർക്കിക്കാറുണ്ട്. അത് നിങ്ങളൊരു പൊളിറ്റിക്കൽ ലൈനുള്ള ചാനലാണെന്നേ. നമുക്കെന്താ തർക്കം? നമ്മൾ ചിലപ്പോൾ കലഹിക്കും, പിണങ്ങും, തർക്കിക്കും, ഇറങ്ങിപ്പോവും. അതൊക്കെ വേറെ കാര്യം. അതൊന്നും വ്യക്തിപരമല്ല. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതിനെതിരായ അഭിപ്രായം വരുമ്പോൾ എതിർക്കാം. അതുപോലെ ഇപ്പോൾ ജനം TV BJPയുടെ ചാനലായി നിൽക്കുകയല്ലേ? നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നവരല്ലേ? അതിൻ്റെ സ്ഥാപിത താല്പര്യത്തിന് വിരുദ്ധമായി പറഞ്ഞാൽ അവർ സംസാരിപ്പിക്കുമോ? അവിടെയും നമുക്ക് തർക്കങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ സ്വാഭാവികമായും ഒരു പാർട്ടിയുടെ ചാനൽ അല്ലെങ്കിൽ പാർട്ടി താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ചാനൽ ആ നിലയിൽ സമീപിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് വാദപ്രതിവാദങ്ങളുടെ ഭാഗമായി മാത്രം കണക്കാക്കിയാൽ മതി, അല്ലെ രാഷ്ട്രീയമായി മാത്രം കാണും. ഇതതാണോ? ഇന്ന് ഒരു പ്രോഗ്രാമിന് ക്ലിയറൻസ് കിട്ടുമോ ദൂരദർശനിൽ? സർക്കാരിന് വിമർശനാത്മകമായ ഏതെങ്കിലും ഒരു കണ്ടൻ്റ് ഉള്ള ഒരു പ്രോഗ്രാമിന് ദൂരദർശനിൽ സാങ്ഷൻ കിട്ടുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സംഘപരിവാറിന് അനുകൂലമല്ലാത്ത ഒരു സ്ലോഗൻ വരുന്ന ഏതെങ്കിലും ഒരു കാര്യം ദൂരദർശനിൽ പെർമിറ്റ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെയാണ് അതിരൂക്ഷമായി കേരള സ്റ്റോറി അടക്കം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ ഒരു മഹാവിപത്തായി ഈ നാടിന് കക്ഷി രാഷ്ട്രീയത്തിനെതിരമായി തോന്നുന്നുവെങ്കിൽ പല കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമായിട്ട് ഞാൻ ഈ കേരള സ്റ്റോറി കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇത് തെറ്റായ നടപടിയാണ്, അത് തിരുത്തണം. നമുക്ക് തെരഞ്ഞെടുപ്പിൽ പറയാമെന്നേ, ഇവിടെ പറഞ്ഞ പോലെ വികസനം മുന്നോട്ട് പോയി നമുക്ക് ചർച്ച ചെയ്യാം. ഈ നാട്ടിൽ ഇവർ ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി നമുക്ക് ചർച്ച ചെയ്യാം. കട്ടായിപ്പോയോ? ഇല്ല, ശ്രീ അൽബോസ് പറഞ്ഞോളൂ. ഇടപെടാത്തതുകൊണ്ടാണ് താങ്കൾക്ക് സംശയം ഇത് കട്ടായിപ്പോയോന്ന്. അത് ഞാൻ പറഞ്ഞത് നമുക്ക് അല്ലല്ല, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു എറർ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇടപെടാതിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പല്ലേ, ഇപ്പം എല്ലാ സ്ഥാനാർത്ഥികളൊക്കെ ഏകദേശം നോമിനേഷൻ, പ്രത്യേകിച്ച് കേരളത്തിൽ നോമിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ സാഹചര്യമാണ്. നമുക്ക് ചർച്ച ചെയ്യാം. ഇവർ പറയട്ടെ, ഇവരുടെ രാഷ്ട്രീയം എന്താ, വികസന രാഷ്ട്രീയം എന്താ, ഇവർ പറയട്ടെ. ഇവരിപ്പോഴും ജാതിയും മതവും പൗരത്വവും CAയും ഒക്കെ പറയുന്നതല്ലാതെ, മണിപ്പൂരും ഒക്കെ പറയുന്നതല്ല. ഇവർക്ക് പറയാനുള്ളത് പറയട്ടെ. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഒരു പ്രത്യേക ഡിബേറ്റിന് ഇവർ തയ്യാറുണ്ടോ? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 81% വരുന്ന തൊഴിലില്ലായ്മ രാജ്യം നേരിട്ട ഈ കാലഘട്ടം പോലൊരു മറ്റൊരു കാലഘട്ടമുണ്ടോ? ചർച്ച ചെയ്തിട്ട് വരും. ശരി, അപ്പൊ ഇതൊക്കെ പറയട്ടെ. പ്രതിവർഷം 2 കോടി ജോലി രാജ്യത്തെ ചെറുപ്പക്കാർ. താങ്കളോട് ചോദിക്കാനുള്ളതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ BJPയെ എങ്ങനെയാണ് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി എതിർക്കുന്നത്? എങ്ങനെയാണ് അത് എതിർക്കേണ്ടത്? ഇപ്പോൾ ഈ ദൂരദർശനിൽ പോലും നിങ്ങളുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന അന്നത്തെ ഒരു അവസ്ഥയല്ല എന്ന് താങ്കൾ തന്നെ എണ്ണി പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതൊരു ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? ഇതിനെങ്ങനെയാണ് രാഷ്ട്രീയമായി എതിർക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടോ കോൺഗ്രസ്സിന്? രാഷ്ട്രീയമായി നല്ല കാഴ്ചപ്പാടുണ്ട്.
നല്ല കാഴ്ചപ്പാടുണ്ട്. നല്ല കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഈ 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കോൺഗ്രസ് പാർട്ടി 420 സീറ്റിൽ മത്സരിച്ചിരുന്ന പാർട്ടി 231 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. ഞങ്ങളുടെ പരിമിതികൾ, ഞങ്ങളുടെ പോരായ്മകൾ, ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോരാട്ടം നടത്തിയാൽ പോരാ എന്ന പക്വതയാർന്ന തീരുമാനം തിരിച്ചറിവോടുകൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് CPM-ന് കോൺഗ്രസ് പാർട്ടിയുടെ സിറ്റിംഗ് MP-മാരുള്ള 7 സീറ്റ് CPM മത്സരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾ CPM-ഉമായിട്ട് അത്യധികം വൈരാഗ്യ ബുദ്ധിയോടുകൂടി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോഴും കേരളത്തിന് പുറത്ത് 7 സിറ്റിംഗ് സീറ്റ് എന്തുകൊണ്ടാണ് CPM-ന് കൊടുത്തത്? രാജ്യം ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷ ലൈനുണ്ട്, രാജ്യത്തെ ഒരു മതേതര നിലപാടുണ്ട്, രാജ്യത്തെ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലേക്ക് യോജിക്കാൻ കഴിയുന്ന ശക്തികൾ യോജിച്ച് നിൽക്കണം. കാരണം ഇവിടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ഉയർന്നു വരണം. അതുകൊണ്ടാണ് RJD-യും ശിവസേനയും NCP-യും അതുപോലെ സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എല്ലാം കൈകോർക്കുന്നത്, CPM-ഉം CPI-യും CPI-ML-ഉം അടക്കം കൈകോർക്കുന്നത്. ഈ രാജ്യത്ത് വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും രാജ്യം ആഗ്രഹിക്കുന്നത് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെ അടിച്ച് പുറത്താക്കണമെന്നാണ്. ശരി, അതുകൊണ്ടാണ് യോജിപ്പിന്റെ അന്തരീക്ഷം ഉയർന്നു വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP എതിർക്കാൻ എന്തൊക്കെയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നൊരു ചോദ്യം ഈ ചർച്ചയിലും എനിക്കൊന്ന് ചോദിക്കേണ്ടി വരും. അത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ചോദ്യം തന്നെയാകും. അതുകൊണ്ടാണ് BJP ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കേരളത്തിലുള്ള ദൃശ്യങ്ങൾ അവർ വടക്കേന്ത്യയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ പ്രകടനങ്ങളിൽ, റോഡ് ഷോകളിൽ കൊടി പോലും മാറ്റി വെക്കേണ്ടി വരുന്നത്, ഞാൻ കളിയാക്കുന്നതല്ല ശ്രീ അനിൽ ബോസ്, അങ്ങനെ കാണരുത്. ഒരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ആ ഗൗരവത്തിൽ തന്നെ താങ്കൾ അതിനോട് പ്രതികരിക്കണം, ഒരു ഉത്തരം തരണം. ഈ കൊടി മാറ്റി വെക്കേണ്ടി വരുന്നത് ഇപ്പോൾ കേരള സ്റ്റോറി എന്നൊരു സിനിമ കേരളത്തിൽ കാണിച്ചുകൊണ്ട്, ദൂരദർശനിൽ കാണിച്ചുകൊണ്ട് രാജ്യത്തോട് അവർ പറയാൻ ശ്രമിക്കുന്നതും ഇതുപോലെ ചില കാര്യങ്ങളാണ്. കേരളം വളരെ പ്രധാനപ്പെട്ടതാകുന്നു, ദേശീയ തലത്തിൽ BJP-ക്ക് ഒരു അജണ്ടയായി മാറുന്നു. അതിനെ എതിർക്കുന്നത് എങ്ങനെ ആയിരിക്കണം എന്നതറിയാമോ കോൺഗ്രസിന് എന്നതായിരുന്നു എൻ്റെ ചോദ്യം. വളരെ ചുരുക്കി. അതിനെ എതിർക്കുന്നത് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങളെ എതിർക്കുന്ന CPM കേരളത്തിന് പുറത്ത് കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, പ്രചാരണ പ്രവർത്തനങ്ങളിൽ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇന്ത്യ സഖ്യം ഇവിടെ രൂപപ്പെട്ടു. 38ഓളം വരുന്ന പാർട്ടികളുള്ള BJP-യുടെ മുന്നണിയെ എതിർക്കാൻ 28 പാർട്ടികളുടെ മുന്നണി ഇവിടെ ഉണ്ടായി. വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളാണ്. ഇവിടെ പഞ്ചാബ് 13 ലോക്സഭാ സീറ്റുള്ള പഞ്ചാബിൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലാണ് മത്സരിക്കുന്നത്. നമ്മൾ ഇന്ത്യ സഖ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മത്സരിക്കുന്നത്? അവിടെ BJP-ക്ക് സ്പേസ് ഇല്ലാത്തൊരു സ്റ്റേറ്റിൽ നമ്മൾ യോജിച്ച് മത്സരിച്ചാൽ അവിടെ ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനാണ്. അതാണ് ജാഗ്രവത്തായ തീരുമാനം എന്ന് ഞാൻ പറയുന്നത്, ജാഗ്രവത്തായ തീരുമാനം. എന്നാൽ അതേസമയം CPM-ഉം കോൺഗ്രസും കൂടി യോജിച്ചാണല്ലോ തമിഴ്നാട്ടിലും ബംഗാളിലും ബീഹാറിലും ഒക്കെ മത്സരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ മത്സരിക്കുന്നത്? രാജസ്ഥാനിൽ ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയും ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീ KC വേണുഗോപാലിൻ്റെ അടക്കം പടം വെച്ചിട്ടാണല്ലോ CPM-ൻ്റെ സ്ഥാനാർത്ഥി അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ സ്റ്റേറ്റിലും എന്താണോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ BJP ശക്തികളെ ഒഴിവാക്കാൻ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ യോജിക്കാൻ കഴിയാത്തവരെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് എല്ലാ പാർട്ടികളുടെയും, കോൺഗ്രസിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും വിട്ടുവീഴ്ചാപരമായ നിലപാട് രാജ്യം നേരിടുന്ന ഒരു പൊതുവിപത്തിനെ നേരിടാനാണ്. അതിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഇന്ത്യ സഖ്യം വിജയിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 273 സീറ്റാണ് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇവിടെ BJP-ക്ക് ഒറ്റയ്ക്ക് 303 ഉണ്ട്, സഖ്യം വരുമ്പോൾ 353 ഉണ്ട്. ഈ മുന്നണിയെ എതിർക്കുന്ന 190 പേരാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉള്ളത്, ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ. 83 സീറ്റൂടെ കിട്ടിയാൽ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ലാലേ 83 സീറ്റ് മതി. ഒരു 100 സീറ്റ് 120 സീറ്റുണ്ടെങ്കിൽ സുരക്ഷിത ഭരണം ഈ രാജ്യത്ത് സമ്മാനിക്കാൻ കഴിയും. അത് സമ്മാനിക്കാൻ എത്രമാത്രം എളുപ്പമാണ് എന്നുള്ളതാണ്. അത് നേടിയെടുക്കണമെങ്കിൽ ഉള്ള രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ വരാം, ആ കണക്കുകളിലേക്ക് ഒന്നുകൂടെ വിശദമായി വരാം ശ്രീ അനിൽ ബോസ്. അതിനു മുമ്പ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ കേരളം എന്തുകൊണ്ടാണ് BJP-ക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നത്? ദൂരദർശനിലൂടെ കേരള സ്റ്റോറി ഈ പറയുന്ന രാജ്യം നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഒരു വിഷയമായി കാണിക്കുന്നത്, അത് പതിവില്ലാത്ത വിധം ദൂരദർശൻ തങ്ങളുടെ നിലപാടുകളിൽ നിന്നൊക്കെ മാറി അങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് വരുമ്പോൾ, അതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും
അതിനെ എതിർക്കേണ്ട രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് കൃത്യമായിട്ട് കാര്യങ്ങളെ കാണുന്നുണ്ടോ? CPM അതിനെ എങ്ങനെയാണ് കാണുന്നത്? ദൂരദർശൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യയിൽ ഹിന്ദുത്വ പൊതുബോധം വളർത്തിയെടുക്കുന്നതിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സർക്കാർ ടെലിവിഷൻ ചാനലാണ് ദൂരദർശൻ എന്ന് കാണേണ്ടി വരും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം, 1982 കൂടിയാണ് ദൂരദർശൻ ഈ അഖിലേന്ത്യാ തലത്തിൽ വ്യാപകമായ സംപ്രേഷണ നിലയങ്ങളും സംവിധാനങ്ങളുള്ള ഒരു ചാനലായിട്ട് മാറിയത്. 82 കൂടി ഇന്ത്യയിൽ കളർ TV വ്യാപകമാകുന്നുണ്ട്. ആ സാഹചര്യത്തെ ഏറ്റവും നന്നായി ഉപയോഗിച്ച് ദൂരദർശനിൽ, അതാര് ഭരിക്കുന്ന കാലത്തായാലും ദൂരദർശനിലെ പ്രമുഖരായ അതിൻ്റെ പരിപാടികളൊക്കെ സെലക്ട് ചെയ്യുന്ന ആളുകൾ, അത് രാഷ്ട്രീയ തീരുമാനമാണോ അല്ലയോ എന്നുള്ളതിന് അനിൽ ബോസാണ് ഉത്തരം പറയേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, 84 ശേഷം രാജീവ് ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്നത്തെ രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ ഈ മന്ദിർ മസ്ജിദ് തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാമായണ സീരിയൽ വരുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന, അവരുടെ മനസ്സിലുണ്ടായിരുന്ന രാമൻ, അവരുടെ ഭാവനകളിലുണ്ടായിരുന്ന രാമൻ എന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമനായ വാൽമീകിയുടെ രാമനാണ്. ആ വാൽമീകിയുടെ രാമൻ എത്ര വേഗത്തിലാണ് മാറിയത്? നമ്മുടെ തെരുവു മൂലകളിലൊക്കെ തന്നെ വിദേശാക്രമിയായ ബാബർക്കെതിരായിട്ട് ഈ അമ്പും വില്ലും ഒക്കെ കുലച്ചു നിൽക്കുന്ന ഒരു ക്ഷാത്രവീര്യം തുളുമ്പുന്ന യുദ്ധോത്സുകനായ ഒരു രാമൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ അന്ന് ഒരു 12, 13, 14, 15 വയസ്സൊക്കെയുള്ള ആളുകൾ ഈ സീരിയലുകൾ വ്യാപകമായി കണ്ടു. ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ ഭക്തിപരമായ ഒരു രാമേശ്വര അനുഷ്ഠാനം പോലെ ടെലിവിഷൻ പരമ്പര, ഈ രാമായണം സീരിയൽ, രാമാനന്ദ സാഗറിൻ്റെ ഈ സീരിയൽ എത്രയോ കാലം ആളുകൾ കണ്ടു. അതിലൂടെ രൂപപ്പെട്ടു വന്ന രാമഭക്തിയും രാമവിശ്വാസവും ഒക്കെ എന്താണ്? ബാബർ പള്ളിക്കെതിരായിട്ടുള്ള, അത് നിർമ്മിച്ച ബാബർ ചക്രവർത്തിക്കും മുഗള മുസ്ലിം ഭരണകാലത്തിനുമെതിരായിട്ടുള്ള ഒരു പൊതുബോധമാക്കി മാറ്റാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയിലാണ് മഹാഭാരതം വന്നത്. ഇപ്പോൾ ദൂരദർശനെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ പരിശോധിക്കുമ്പോൾ ദൂരദർശന് ഇത്രയും വിപുലമായ ഒരു കാഴ്ചക്കാരുണ്ടായത്, വ്യൂവേഴ്സ് ഉണ്ടായത് ഇത്തരം സീരിയലുകളിലൂടെയാണ്. അതെല്ലാം തന്നെ വളരെ പ്രതിലോമകരമായ രാമായണത്തെയൊക്കെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ആവശ്യമായ രീതിയിൽ അപനിർമ്മിക്കുന്ന ഒരു മനോഭാവം, ആ രീതിയിലുള്ളൊരു പ്രത്യയശാസ്ത്രവൽക്കരണമാണ് ഈ ദൂരദർശൻ വഴി നടന്നിട്ടുള്ളത്. BJPക്ക് സ്വന്തമായി ചാനലൊന്നും ഇല്ലല്ലോ, അന്ന് ചാനലൊന്നും ഇല്ലല്ലോ. ഇന്നാണെങ്കിൽ ഒരുപാട് കോർപ്പറേറ്റ് മീഡിയ ഉണ്ട്. ആ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ ചാനലുകൾ ഉപയോഗിച്ച് രാമായണവും മഹാഭാരതവും ഒക്കെ കാണിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പൊതു ഹിന്ദുത്വ ബോധം, അപകടകരമായ ഒരു ഹിന്ദുത്വ ബോധം. ആ ഹിന്ദുത്വ ബോധത്തിന് സഹായകരമായ നിലപാട് അന്നത്തെ കേന്ദ്ര സർക്കാർ, കോൺഗ്രസ് സർക്കാർ എടുത്തു എങ്കിൽ ആ കോൺഗ്രസിനെ തന്നെ അസ്ഥിരീകരിക്കുന്ന വളരെ വിധ്വംസകമായ ഒരു രാഷ്ട്രീയ വളർച്ച സംഘപരിവാറിനുണ്ടായി. അപ്പോൾ ദൂരദർശനിലൂടെ ഇപ്പോൾ കേരള സ്റ്റോറി കാണിക്കുമ്പോൾ അത് വർഗീയമായ ഒരു വിധ്വംസക നീക്കമായിട്ട് തന്നെ നമ്മൾ കാണണം. ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്ന, അതിനാവശ്യമായ രീതിയിൽ മുസ്ലിങ്ങളെല്ലാം എന്താണ് ആളുകളെ മുഴുവൻ തന്നെ ആ മതത്തിലേക്ക് ചേർക്കുന്നവരും, ആ മതത്തിലേക്ക് ചേർക്കുന്നവരാ നമുക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചേർത്തിട്ട് ആഗോള ഇസ്ലാമിക തീവ്രവാദ ക്യാമ്പുകളിലേക്ക്, IS കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നവരുമാണെന്നാണ് ഈ സിനിമ പറയുന്നത്. എൻ്റെ സുഹൃത്ത് BJPയുടെ പ്രതിനിധി ഉല്ലാസ് ബാബു യാതൊരു മടിയില്ലാതെ പറഞ്ഞു, ഈ സിനിമയിൽ 32,000 ആളുകളൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ 32,000 ആളുകളെ, കേരളത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കഥ എന്ന രീതിയിലാണ് ഈ സിനിമ 2023 അതിൻ്റെ ആദ്യ പരസ്യം കൊടുത്തത്. ആ സിനിമ പറയുന്നത് എന്താണ്? ലവ് ജിഹാദാണ്. യാതൊരു മടിയുമില്ലാതെ BJP പ്രതിനിധികൾ ഇത്തരം ചർച്ചകൾ നിഷേധിക്കും. കാരണം ഇത് കാണുന്നവരുടെ മുമ്പിൽ അവർക്കെന്താണ് മുഖം രക്ഷിക്കണമല്ലോ. യഥാർത്ഥത്തിൽ കിഷൻ റെഡ്ഡി, അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി, 2018 ഈ ചോദ്യം വന്നല്ലോ പാർലമെൻറ്റിൽ, കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ എന്ന്. കേരളത്തിലെ ലവ് ജിഹാദിനെ പ്രമേയമാക്കിക്കൊണ്ടുള്ള സിനിമയാണിത്. അതിൻ്റെ അപകടകരമായ മാനങ്ങളിലേക്ക് അത് എത്തിയിരിക്കുന്നു. കേരളം ജിഹാദി റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമായിരിക്കുന്നു എന്ന് സ്ഥാപിക്കാനാണ് സുദീപ് തോസൻ ഈ സിനിമയിലൂടെ ശ്രമിക്കുന്നത്. പക്ഷേ 2018 കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മിസ്റ്റർ കിഷൻ റെഡ്ഡി പാർലമെൻറ്റിൽ ഉയർന്നു വന്ന ചോദ്യത്തിന് എഴുതി തയ്യാറാക്കി നൽകിയ മറുപടിയിൽ പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിച്ച്, അതൊക്കെ പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവാഹമാണ്, മതപരിവർത്തനം ഉണ്ടായിട്ടുണ്ട്, അവർ അഫ്ഗാൻ ക്യാമ്പുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്, അത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഒറ്റപ്പെട്ട സംഭവത്തെ കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥയായി ചിത്രീകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്ന സംഭവഗതികളാണ് ഈ സിനിമയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ
ഒരു പ്രത്യേക മതവിഭാഗത്തിനു എതിരായിട്ട് അവരെ തീവ്രവാദികളാക്കുക, ആ മതത്തിൽ പോകുന്നത് തന്നെ തീവ്രവാദമാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. 32,000-ഓളം ഹിന്ദു സ്ത്രീകളെ മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിക് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന അത്യന്തം വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭീകരമായ ഒരു നുണപ്രചരണമാണ് ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നത്. ആ സിനിമ ഇപ്പോൾ കാണിക്കുമ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ പോകുന്ന കേരളം പോലുള്ളൊരു സമൂഹത്തിനകത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യയശാസ്ത്രപരമായ ആഘാതങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാം വിജിലൻ്റ് ആക്കണം. വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും വിത്തുകൾ നമ്മുടെ സമൂഹ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ പതുക്കെ വിതച്ച് മുളപ്പിച്ചെടുക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് ഇതെല്ലാം എന്ന് കാണണം. ഇതിനെ ഒറ്റപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഒരു ഇടപെടൽ മാത്രമായിട്ട് കാണണ്ട. എല്ലാ ഫാസിസ്റ്റുകളും എന്താണ്, വളരെ ബുദ്ധിപൂർവമാണ് ഓരോ നീക്കവും നടത്തുന്നത്. അത് ഒട്ടും ബുദ്ധിപൂർവ്വം അല്ലാതെ ചെയ്യുകയാണെന്ന് നമ്മൾ കാണേണ്ടതില്ല. വളരെ ബുദ്ധിപൂർവ്വമാണ് ഫാസിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ എന്താണ്, ഒരു പ്രത്യേക മതത്തിന് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വംശീയ വിദ്വേഷം സൃഷ്ടിച്ച് മുസ്ലിങ്ങളാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന് എല്ലാ വിഷമവും ഉണ്ടാക്കുന്നത്. അവരുടെ അവഗണനക്കും അവരനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങൾക്കൊക്കെ കാരണം മുസ്ലിങ്ങളാണ്. കേരളം വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് മുസ്ലിങ്ങൾ. ആ തീവ്രവാദികളുടെ റിക്രൂട്ട്മെൻറ്റാണ് ഇവിടെ നടത്തുന്നത്. ആ റിക്രൂട്ട്മെൻറ്റിന് സഹായം ചെയ്തു കൊടുക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പ്രമേയമാണ് ഈ സിനിമ. കേരളീയ സമൂഹത്തെ ആകെ ആക്ഷേപിക്കുന്ന ഒന്നാണ് ഈ സിനിമ. അത് നമ്മൾ കാണേണ്ടത് വളരെ പ്രത്യയശാസ്ത്രപരമായ തലങ്ങളുണ്ട്. അവിടെയാണ് കോൺഗ്രസിൻ്റെ സമീപനം. കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളെ ഒന്നും BJP സർക്കാർ ചെയ്യുന്നു എന്ന ഒരു പ്രതിപക്ഷ വിമർശനത്തിനപ്പുറത്ത് രാഷ്ട്രീയമായോ പ്രത്യയശാസ്ത്രപരമായോ ഈ ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ അടിവേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ നിലപാടുകളോ ഒരു വിഷയത്തിലും കോൺഗ്രസ് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം അജണ്ടകളുമായിട്ട് സമരസപ്പെടുന്ന ഒരു സമീപനവും കോൺഗ്രസ് പാർട്ടിക്കുണ്ട് എന്ന കാര്യം നമ്മൾ കാണാതിരുന്നിട്ടൊരു കാര്യവുമില്ല. എൻ്റെ സുഹൃത്ത് അനിൽ ബോസ് ശുഭതനാകുമായിരിക്കും, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ആ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ CAA ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വന്നിരിക്കുക. മിനിഞ്ഞാന്ന് CPM-ൻ്റെ പ്രകടന പത്രിക, ഇന്നലെ CPM-ൻ്റെ പ്രകടന പത്രിക വന്നു. കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ്, നിയമ ഭേദഗതിയാണ് 55-ലെ പൗരത്വ നിയമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭേദഗതി. ആ പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ അത് ഞങ്ങൾ റദ്ദു ചെയ്യും, അത് ഞങ്ങൾ പിൻവലിക്കും എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാനുള്ള ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മല്ലികാർജ്ജുന ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കുമുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് കുറ്റകരമായ മൗനമാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുലർത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉന്നയിക്കുന്നത് വളരെ വിമർശനാത്മകമായി ഈ വിഷയങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ രാജ്യത്തെ അർത്ഥത്തിൽ ഈ സിനിമ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതും കേരളത്തിന് പുറത്ത് എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ കൃത്യമായ ചില അജണ്ടകൾ ഇതിനകത്തുണ്ട്. അതിന് ഔദ്യോഗിക മാധ്യമത്തെ ഉപയോഗിച്ചു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തുള്ളത്. അതുപോലും ആദ്യത്തെ സംഭവമാണ് ഇത്ര ഡീപ്പായി ഇത്ര പ്രത്യക്ഷമായി ഈ ഔദ്യോഗിക മാധ്യമത്തെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് കാണുമ്പോഴും രാമായണം സീരിയലിൻ്റെയും മഹാഭാരതം സീരിയലിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലം കൂടി ശ്രീ KT കുഞ്ഞിക്കണ്ണനും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, ശ്രീ ജേക്കബ് ജോർജ്? ലാലെ, ഈ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സംഘപരിവാർ രാഷ്ട്രീയമാണ്. അത് ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമാണ്. അത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് ഒരു പ്രോ ഹിന്ദു രാഷ്ട്രീയ നിലപാട് കൂടിയാണ്. ആ നിലപാടാണ് BJPയുടെ നിലപാട്. ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു എന്നെ കുറ്റപ്പെടുത്തുന്നത് കണ്ടു, എന്നെ ആക്ഷേപിക്കുന്നത് കണ്ടു. ഞാൻ പലതവണ പറഞ്ഞതാണ്, ഇങ്ങനെ ആക്ഷേപം വരുമ്പോൾ ഞാൻ പറയുന്നതാണ്, ഞാനിപ്പോൾ പത്രപ്രവർത്തകനല്ല. പക്ഷേ കേരളത്തിൽ പത്രപ്രവർത്തനത്തിലൂടെ കേരള രാഷ്ട്രീയത്തെ മനസ്സിലാക്കിയ ഒരാളാണ്. ഞാൻ പത്രത്തിൽ കയറിയപ്പോൾ മുതൽ തന്നെ രാഷ്ട്രീയം എഴുതിയ ആളാണ്. ഞാൻ രാഷ്ട്രീയം ശരിക്കും പഠിച്ചിട്ട്, അത് എൻ്റെ നിലവാരത്തിൽ ഞാൻ പഠിച്ചിട്ട് എഴുതിയതാണ്. ഞാൻ ആദ്യം മാതൃഭൂമിയിലാണ് കയറിയത്, പിന്നീട് ഇന്ത്യ ടുഡേയിൽ കയറി. ഈ 2 സ്ഥാപനങ്ങളുടെ പത്രാധിപരും എന്നെക്കുറിച്ച് ഞാൻ ചെയ്ത എന്തെങ്കിലും റിപ്പോർട്ടിനെക്കുറിച്ച് എൻ്റെ സീനിയേഴ്സോ പത്രാധിപന്മാരോ
ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല. തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ ഞങ്ങളുടെ ഒരു സൗഹാർദ്ദത്തെക്കുറിച്ച്, ഞങ്ങളുടെ ആ സൗഹാർദ്ദത്തിൻ്റെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചും കൂടി BJP വക്താവായ അങ്ങയോട് പറയട്ടെ. ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജന്മഭൂമി ലേഖകന്മാരായിരുന്നു കുഞ്ഞിക്കണ്ണൻ, എസ് അനിൽ തുടങ്ങിയവരൊക്കെ. കുഞ്ഞിക്കണ്ണൻ ഇപ്പോഴും ജന്മഭൂമിയിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിപ്പുണ്ട് തിരുവനന്തപുരത്ത്. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രിക, അതുപോലെ മുസ്ലിം ചില പത്രങ്ങളൊക്കെ ഉണ്ട്. AM ഹസൻ അവരുടെ ഒരു കറസ്പോണ്ടൻ്റ് ആയിരുന്നു. പിന്നീട് കുഞ്ഞാമത് വാണിമേൽ ചന്ദ്രികയുടെ ഒരു പ്രധാനപ്പെട്ട മുതിർന്ന പത്രപ്രവർത്തനായിരുന്നു. ഇതിലേതെങ്കിലും ഒരാൾ കുഞ്ഞിക്കണ്ണനോ അനിലോ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ, അതാണ് കേട്ടോ ലാലെ കേൾക്കണം അതിൻ്റെ സൗന്ദര്യം, ഞങ്ങളുടെ കുഞ്ഞാമത് വാണിമേൽ BJPക്ക് ആ പത്രത്തിന് ചേരുന്ന രീതിയിൽ ആ വാർത്ത എഴുതി കൊടുക്കും. അതുപോലെ മറിച്ച് മുസ്ലിം പത്രമായ ചന്ദ്രിക, മുസ്ലിം ലീഗിൻ്റെ പത്രമായ ചന്ദ്രികയുടെ ലേഖകൻ ആരും വന്നിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിൻ്റെ പേന കൊണ്ട് ലീഗിന് അനുകൂലമായ തരത്തിലൊരു വാർത്ത എഴുതി കൊടുക്കും. ആ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു കേരളത്തിലെ പത്രപ്രവർത്തകർ വളരുന്നതെന്ന് ഓർക്കണം, തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ വളരുന്നതെന്ന് ഓർക്കണം. ഞാൻ അങ്ങനെയൊക്കെയാണ്, എൻ്റെ പശ്ചാത്തലം അങ്ങനെയൊക്കെയായിരുന്നു. ഇതിൻ്റെ അകത്ത് വർഗീയത, ഇപ്പോഴും ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം, രാഷ്ട്രീയം പറയാം. രാഷ്ട്രീയം പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് മറിച്ചൊരു രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ടാണെന്ന് ഓർക്കണം. ഇത് നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ അടുത്ത് നടക്കുകയില്ല, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞാൻ രാഷ്ട്രീയം പറയട്ടെ, ഹിന്ദുത്വ രാഷ്ട്രീയമല്ലേ BJPക്കുള്ളത്? അതിൽ നിന്ന് ഇത്രയും കാലം പറഞ്ഞ് ഞങ്ങൾ വികസനത്തിൻ്റെ കൊടുമുടി കയറി എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അതൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അവതരിപ്പിച്ചുകൂടെ? അതല്ലേ വിഷയമാക്കേണ്ടിയിരുന്നത്? ഇന്ന് ഈ 24 മണിക്കൂറിൽ ഇവിടുത്തെ ഹിന്ദു മുസ്ലിം മൈത്രി, ക്രിസ്ത്യൻ മുസ്ലിം മൈത്രി തകർക്കുന്ന തരത്തിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് രാഷ്ട്രീയ ചർച്ചയായിട്ട് ഈ സിനിമ മാറിയതിൻ്റെ കാരണം ആ ഒരു ഗൂഢലക്ഷ്യമല്ലേ, ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ലേ ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു? അതല്ലേ BJP ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? ഇപ്പോഴും വർഗീയത, അതാണ് വിഷയം. ആ വർഗീയതയ്ക്കെതിരാണ് ഞാൻ വ്യക്തിപരമായിട്ട്. അതെൻ്റെ രാഷ്ട്രീയമാണ്. വർഗീയ വിരുദ്ധ നിലപാടാണ് എൻ്റെത്. അത് ഒരു ക്രിസ്ത്യൻ വർഗീയതയാവട്ടെ, മുസ്ലിം വർഗീയതയാവട്ടെ, ഒന്നും എനിക്ക് ബാധകമല്ല, ഒന്നും എനിക്ക് യോജിക്കുന്നതല്ല. വികസനത്തിൻ്റെ രാഷ്ട്രീയം പറ. ഞാൻ മാതൃഭൂമിയിലേക്ക് നിൽക്കുമ്പോൾ ഇപ്പം ട്രിവാൻഡ്രം ഹോട്ടലുണ്ടല്ലോ തിരുവനന്തപുരത്തെ, അന്ന് ഒറിജിനൽ ട്രിവാൻഡ്രം ഹോട്ടൽ, അവിടെ KG മാരാർ വരുമായിരുന്നു. KG മാരാർ, ജനസംഘത്തിൻ്റെ നേതാവ്. എന്നോട് വലിയ കാര്യമായിരുന്നു, ഞാനൊരു കൊച്ചു പയ്യനാണ്. അദ്ദേഹം എന്നെ ട്രിവാൻഡ്രം ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് രാഷ്ട്രീയം പറയുമായിരുന്നു. എത്രയോ BJP നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്, നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എന്നോട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നവർ. പക്ഷേ വർഗീയത അവരാരും പറയാറില്ല. വർഗീയത പറഞ്ഞാൽ അതിനെ നമ്മൾ എതിർക്കണം, കേരളം എതിർക്കും. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും സപ്പോർട്ട് പോലും BJPക്ക് കിട്ടാത്തത്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അങ്ങനെ മുഴുവൻ ഹിന്ദുക്കളുടെയും പിന്തുണ കിട്ടാത്തത് കൊണ്ടല്ലേ BJP ഇന്ന് ക്രിസ്ത്യാനികളുടെ പുറകെ പോകുന്നത്. ക്രിസ്ത്യാനികൾ നോക്കിയപ്പം കണ്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമ്പലം പണിയാൻ പോകുന്നു, അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി ഇത് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള BJPയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനോട് യോജിക്കാൻ കേരളത്തിലെ ബിഷപ്പുമാർ തയ്യാറാകാത്തത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസം അവർ പള്ളിയിൽ കൽപ്പന വായിച്ചു, അവരുടെ രാഷ്ട്രീയ പ്രസ്താവന വായിച്ചു. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് കേരളം. ഇതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം, ഇതാണ് കേരളത്തിൻ്റെ മനസ്സ്, ഇതാണ് കേരളത്തിൻ്റെ ജനത. അതുകൊണ്ട് ആ ജനതയുടെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സ്ഥാപിത താല്പര്യമല്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്, അത് കാര്യം വേറെ. പക്ഷേ പക്ഷപാത രാഷ്ട്രീയം എനിക്കില്ല ഉല്ലാസ് ബാബു. ശരി, തീർച്ചയായും. അടുത്ത ഉല്ലാസ് ബാബു, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളിൽ നിന്ന് ഇതിനൊരു മറുപടി ആവശ്യമുണ്ട്. ഒരു കാര്യം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. CK പത്മനാഭനും ഈ അടുത്ത് ചൂണ്ടിക്കാട്ടിയത് BJPയുടെ ഈ നിലപാടുകൾ തന്നെയാണ്. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയ ഇത്തരം നിലപാടുകളാണ്. ഇത് കേരളത്തിൽ വേവില്ല എന്ന് അദ്ദേഹം പോലും പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കേരളത്തിൻ്റെ എതിരെ വിദ്വേഷ പ്രചരണം ലക്ഷ്യമാക്കി ഉള്ള ഒരു സിനിമ ഈ സമയത്ത് ദൂരദർശനിലൂടെ വരുമ്പോൾ അതിനെ ആദ്യം എതിർക്കേണ്ടിയിരുന്നത് നിങ്ങളല്ലേ? നിങ്ങൾക്കല്ലേ ചെയ്യാൻ സാധിക്കുക?
അല്ല, പപ്പേട്ടൻ അതിനു വേണ്ടി കൂട്ടുപിടിക്കണ്ട. പപ്പേട്ടൻ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. ബഹുമാന്യനായിട്ടുള്ള ശ്രീ ജേക്കബ് ജോർജ് അങ്ങ് നീണ്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അങ്ങയുടെ നിലപാടുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ പലപ്പോഴും ആയി ഉണ്ടായിട്ടുണ്ട്. ഉല്ലാസ് ബാബു ദയവായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള മാറരുത്. അങ്ങയുടെ നിലപാടുകൾ അത് അങ്ങ് പറഞ്ഞു, വ്യക്തമാക്കി, അതോടുകൂടി അത് തീർന്നു. അത് നിങ്ങൾ ഇനി ഫോൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞാൻ നമ്പർ ഇട്ട് തരാം, അതല്ല വേണ്ടത്. എനിക്കിപ്പോ ഈ ചർച്ചയിൽ അറിയേണ്ടത് കേരളത്തിനെതിരെ ഒരു സിനിമ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിനെ സംസാരിച്ചപ്പോ മിണ്ടാതെ പഞ്ചപൂച്ച ഒരു കാര്യം പറയുന്നത് കേൾക്കില്ല. പഞ്ചപുച്ഛം അടക്കിയൊന്നും ഞാൻ നിന്നിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. എനിക്ക് മര്യാദക്ക് മാന്യമായി നിൽക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സംസാരിക്കുമ്പോൾ മിണ്ടാണ്ട് നിന്നിട്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് മിണ്ടാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങ് എന്താണ് ദയവായി ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരാണ്. അദ്ദേഹം പറഞ്ഞ വ്യക്തിപരമായിട്ട് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞ വ്യക്തിപരമല്ല, നിലപാടുകൾക്കെതിരാണ്. അദ്ദേഹം പറഞ്ഞു കെ ജി മാരാർ വർഗീയം പറയാറില്ല. ഇല്ല സാറേ, കെ ജി മാരാർ വർഗീയം പറയാറില്ല. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. ഞങ്ങളുടെ നേതാവാ കൃത്യമായിട്ട് ഞങ്ങളുടെ പാരമ്പര്യം അങ്ങ് തന്നെ പറഞ്ഞു, കെ ജി മാരാർ വർഗീയം പറയാറില്ല. രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞു രാജസ്ഥാനിലും ഗുജറാത്തിലും ഇത്യാദി സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ഒരുമിച്ചാണ് നിങ്ങൾ മത്സരിക്കുന്നത്. ശരിയാണ് സാർ. കേരളത്തിൽ പോയി നടത്തുന്ന അഴിമതി ആരോപണങ്ങൾ ഗുജറാത്തിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും പോകുമ്പോൾ അനിൽ ബോസിന് എങ്ങനെ അത് മാറി ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറ്. ആ ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നു. ബഹുമാനായ ശ്രീ ഡോക്ടർ ലാൽ ചോദിച്ചു, കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് വയനാട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് കൊടി മടക്കി വെക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു? ആ രാഷ്ട്രീയം കൃത്യമല്ലേ? ആ രാഷ്ട്രീയം ഞങ്ങൾ ഉന്നയിച്ച സമയത്ത് അതിനെ നിങ്ങൾ എന്തെല്ലാം തിരിച്ചു? നിങ്ങളുടെ മുഖ്യമന്ത്രി അത് ഉന്നയിച്ചപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇന്ന് അത് ചോദിക്കേണ്ടി വന്നത്. അവിടെ കൃത്യമായ രാഷ്ട്രീയത്തിനകത്ത് വർഗീയവാദം കൃത്യമായിട്ടുണ്ട്. അതിനകത്ത് ജാതി മത വർഗ വർണ്ണ ചിന്താഗതികൾക്ക് അടിമപ്പെടുന്ന കോൺഗ്രസിന്റെ പുതിയ ശൈലിയുണ്ട്. എന്താ അനിൽ ബോസ് പറഞ്ഞ നിങ്ങളുടെ നേതാവുണ്ടല്ലോ രാഹുൽ ഗാന്ധി, കുമ്പിടിയുടെ വേഷം പോലെ അദ്ദേഹത്തിന്റെ ശൈലി. കേരളത്തിലൊരു രീതി, നോർത്ത് ഇന്ത്യയിൽ മറ്റൊരു രീതി, ഇനി സൗത്ത് ഇന്ത്യയുടെ വേറൊരു ഭാഗത്ത് മറ്റൊരു രീതി, ഹിന്ദുവിന്റെ ഭാഗത്ത് ഹിന്ദു, മുസൽമാനാകുമ്പോൾ മുസൽമാൻ, ക്രൈസ്തവന്റെ അവിടത്തെ എത്തുമ്പോൾ ആ ഒരു ശൈലി. ഇങ്ങനെ കൃത്യമായ രാഷ്ട്രീയത്തിൽ മതവും വർഗീയവാദവും ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ മറുപടികൾ വെച്ചിട്ടാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ദൂരദർശൻ പോലെ ഒരു മാധ്യമം പോലും ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. എൻ്റെ ലാല, നിങ്ങൾ എന്നോട് കാണിക്കേണ്ട 10 തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറയും. ഒരു നീതി കാണിക്കപ്പാ. ഞാൻ 9 മണിക്ക് എനിക്ക് പോകണം മെഡിക്കൽ ഷോപ്പ് ഒന്നും. ശരി, ശ്രീ ഉല്ലാസ് ബാബു, ഈ ദൂരദർശൻ സംഘപരിവാറിന്റെ ഒരു കളിപ്പാവയായി മാറിയോ എന്നതാണ് ചുരുക്കം. ദൂരദർശൻ സംഘപരിവാറിന്റെ കളിപ്പാവയായി മാറി എന്നുള്ളത് നിങ്ങളുടെ സംശയവും ആരോപണവുമാണ്. തമസ് പോലെയുള്ള ഒരു സീരീസ് കളിച്ച് ദൂരദർശനിൽ ഹിന്ദു സമൂഹത്തെ പണ്ട് അവഹേളിച്ച് ചെയ്ത സാധനവും ഈ ദൂരദർശനിൽ കളിച്ച സമയത്ത് ഇവിടെ എന്നിട്ടും അതിന് നിങ്ങൾ ചോദിച്ചു. ഇപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ്? ഷൂട്ട് ദം. ഇപ്പൊ ഹിന്ദു സമൂഹത്തിനെതിരെ പറഞ്ഞപ്പോൾ അന്ന് നിങ്ങൾക്കൊന്നൊരു പ്രയാസം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എന്തിനാ അതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നത്? ഇപ്പോൾ എന്താണ് നിങ്ങൾ RSSന്റെ മേധാവിയുടെ പ്രസംഗം തത്സമയം 1.5 മിനിറ്റ് നേരെ അനുവദിച്ചിട്ട് 1.25 മിനിറ്റ് ലാല് സംസാരിച്ചാൽ പിന്നെ 1.5 മിനിറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനാണ്. 1.5 മിനിറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനാണ്. എൻ്റെ ലാലെ കൃത്യമായി പറയാം, ഈ സിനിമ ദൂരദർശനിൽ വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാരണവശാലുമുള്ള രാഷ്ട്രീയം അതിനകത്തില്ല. ഞങ്ങൾ വികസനമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത്. ജേക്കബ് ജോർജിന് അത് വികസനം പറയുന്നില്ല എന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ അറിവ് കുറവാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി 10 വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളോട് സംവദിച്ച് കൃത്യമായി 3-ാം തവണയും BJP അധികാരത്തിൽ കയറും. ലാലിന്റെ പാർട്ടി 4 സീറ്റുമായി ഇന്ത്യൻ പാർലമെന്റ്
താങ്കൾക്ക് എങ്ങനെ അറിയാം എന്റെ പാർട്ടി എന്താണെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ അതൊക്കെ വെച്ചിട്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. അതാണ് പ്രശ്നം. ലാൽജിയുടെ പാർട്ടി CPIM. ഉല്ലാസ് ബാബുവിനോട് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ സംഘടനയാണല്ലോ. ശരി, അത് താങ്കൾക്ക് അങ്ങനെ വിചാരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. താങ്കൾക്ക് അങ്ങനെ കരുതാനുള്ള എല്ലാ അവകാശവും അനിൽ ബോസിന്റെ പാർട്ടി ശ്രീ അനിൽ ബോസ് ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ശ്രീ KT കുഞ്ഞിക്കണ്ണനും പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും മറുപടി പറയാനുള്ള സമയമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും ചില മൃദു സമീപനം ഈ കാര്യത്തിൽ എടുക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ BJP അത് കുറച്ചുകൂടി തീവ്രമായിട്ട് എടുക്കുന്നു. അനിൽ ബോസ്, താങ്കളോട്. അല്ല, ഞാൻ ഇപ്പം ഈ ചർച്ചയിൽ വഴക്കുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം കുഞ്ഞിക്കണ്ണൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിലേക്ക് പോയി ഞാൻ സമയം കളയുന്നില്ല. രാമായണവും മഹാഭാരതവും ഒക്കെ ദൂരദർശൻ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തുണ്ടായതെന്നും രാജ്യത്തെ ജനങ്ങൾ പഠിക്കുന്നതെന്നും ചർച്ച ചെയ്യുന്നതുമൊക്കെ പറയുന്നത് വലിയൊരു വിരോധാഭാസമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും ഞാനൊക്കെ കുഞ്ഞുനാളിൽ ജനിച്ച് തിരിച്ചറിവായ പ്രായം മുതൽ വീട്ടിൽ വിളക്ക് കത്തിച്ച് രാമനാമ ജപമൊക്കെ നടത്തി വരുന്ന ഒരു വീട്ടിലെ ആളാണ്. അങ്ങനെയാണ് പിന്നെ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈശ്വരവിശ്വാസികളായ മിക്ക വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് വളർന്നത്. അത് കുഞ്ഞിക്കണ്ണന് ശീലമില്ലാത്തത് കൊണ്ട് കുഞ്ഞിക്കണ്ണൻ പറയുന്നതാണ്. കുഞ്ഞിക്കണ്ണൻ ഒരുപക്ഷെ രാമായണവും മഹാഭാരതവും ഒക്കെ ദൂരദർശനിൽ മാത്രമായിരിക്കാം കണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഇവിടെ പറഞ്ഞു ആർക്ക് 400 അല്ല ഞാൻ പറയട്ടെ. BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പറഞ്ഞു ഞങ്ങൾക്ക് 400, അനിൽ ബോസിൻ്റെ പാർട്ടിക്ക് 40. ലോജിക്കിന് വേണ്ടി എനിക്ക് ഒരു കംപ്ലീറ്റ് ചെയ്യാൻ ദയവായി സമയമില്ലാന്ന് എനിക്കറിയാമെങ്കിലും തരണം. ഈ തെരഞ്ഞെടുപ്പിൽ 353 സീറ്റുള്ള NDA സഖ്യത്തിനെതിരെയാണ് നമ്മൾ മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യം മത്സരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ 353, 354 ആകണമെങ്കിൽ എവിടെ നിന്നാണ് BJPക്ക് ആ 354ാമത്തെ സീറ്റ് കിട്ടുന്നതെന്ന് അറിയണ്ടേ നാട്ടിലെ ജനങ്ങൾ? രാജസ്ഥാനിൽ നിന്നാണെങ്കിൽ രാജസ്ഥാനിലെ 25 ലോക്സഭാ സീറ്റിൽ 25ഉം BJPയുടെയിലാണ്. മധ്യപ്രദേശിൽ നിന്നാണെങ്കിൽ 29 പാർലമെൻറ്റ് സീറ്റിൽ 28ഉം BJPയുടെ കയ്യിലാണ്. കർണാടകയിൽ നിന്നാണെങ്കിൽ അവിടുത്തെ 28 സീറ്റിൽ 27 സീറ്റും BJPയുടെ കയ്യിലാണ്. ഗുജറാത്തിൽ നിന്നാണെങ്കിൽ അവിടുത്തെ 26ൽ 26ഉം BJPയുടെ കയ്യിലാണ്. ബീഹാറിൽ നിന്നാണെങ്കിൽ അവിടുത്തെ 40ൽ 39ഉം BJPയുടെ കയ്യിലാണ്. എവിടെ നിന്ന് കിട്ടുന്ന കാര്യം ഇവർ പറയുന്നത്? ഇവർക്ക് ഇതിനപ്പുറം ഒരു സീറ്റ് കിട്ടുന്ന കേരളത്തിൽ നിന്ന് കിട്ടുമോ? പറയട്ടെ. ഈ പറയുന്ന ബീഹാറിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് ഇവർക്ക് കിട്ടുമോ? പറയട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുമോ? പറയട്ടെ. ഞാൻ പറയുന്നു, ഈ ചർച്ചയിൽ വളരെ കൃത്യമായി BJP പ്രതിനിധി കുറിച്ച് വെച്ചോ. ഞാനൊരു സർവേയുടെയും പിൻബലത്തിലല്ല പറയുന്നത്. 353 നീക്കിയാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിന് 190 സീറ്റുണ്ട്. 83 സീറ്റുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിയും. ഒരു സുരക്ഷിത ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 120 സീറ്റ് മതി. ആ 120 സീറ്റിൽ കോൺഗ്രസിന് തന്നെ 70 സീറ്റ് ആർജിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്നുണ്ട്. കർണാടകയിൽ 28 സീറ്റിൽ ഇപ്പോൾ ഒന്നാണുള്ളത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 17 സീറ്റ് കിട്ടുന്ന സർവേ പറയുന്നു. ഞാൻ 10 സീറ്റേ പറയുന്നുള്ളൂ. ഹരിയാനയിൽ 10 ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. താങ്കൾക്ക് പറയാം. അല്ല, BJP പ്രതിനിധി ഇവിടെ ഈ ചർച്ചയിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. എന്താണ് അത്? ദൂരദർശനാണ്, ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്തമില്ല, അത് ദൂരദർശൻ്റെ ആൾക്കാരോട് ചോദിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. പ്രസാർ ഭാരതിയെ നിയന്ത്രിക്കുന്നതും BJPയാണ്. നമ്മുടെ വാർത്താവിനിമയ വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് പ്രസാർ ഭാരതി എന്നും അദ്ദേഹത്തിനറിയാം. അപ്പോൾ മന്ത്രിസഭയുടെ അറിവില്ലാതെ, ധാരണയില്ലാതെ പ്രസാർ ഭാരതിയിലെ ഒരു ഉദ്യോഗസ്ഥനും ഇപ്പോൾ കേരള സ്റ്റോറി പോലുള്ള അത്യന്തം വർഗീയ വിധ്വംസകത ഉണ്ടാക്കുന്ന ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ ധൈര്യപ്പെടില്ല. അപ്പോൾ ആ സിനിമ പ്രദർശിപ്പിക്കുന്നത് കൃത്യമായ BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ്. ആ രാഷ്ട്രീയ അജണ്ട BJPയുടെ ഒരു ടാക്ടിക്സാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഭീകരവാദികളാണ്, അവർ വലിയ രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്ന് വരുത്തി ഭൂരിപക്ഷത്തിൻ്റെ ധ്രുവീകരണം, അതാണ് മെജോറിറ്റനിസമാണ്. അദ്ദേഹം പറയുന്ന പോലെ എന്ത് വികസനം, ലോകത്തിലെ ഏറ്റവും ദരിദ്രരുള്ള രാജ്യമാണ് ഉല്ലാസ് ബാബു ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ദാവോസിൽ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ സമ്മേളന വേദിയിൽ ഓക്സാമിൻ്റെ റിപ്പോർട്ട് വന്നല്ലോ. ലോകത്തിൽ വിശക്കുന്നവരുടെ എണ്ണം ഏറ്റവും കൂടിയ രാജ്യം സോമാലിയല്ല,
അത് പാകിസ്ഥാനല്ല, ബംഗ്ലാദേശ് അല്ല, ഇന്ത്യയാണ്. നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തിൻ്റെ അന്തരം നിലനിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് ആഫ്രിക്കൻ അല്ലെങ്കിൽ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ധനികരും ദരിദ്രരും തമ്മിലുള്ള വൈരുദ്ധ്യം അഗാധമായി തീർന്നിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ദരിദ്രവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെയാണ് വികസനമാവുക? അംബാനിയും അദാനിയും വളരുന്നത് 169 ശതകോടീശ്വരന്മാരുണ്ടാവുന്നത്. അതാണ് നിങ്ങളുടെ വികസനം. ആ വികസനം പറഞ്ഞ് നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? രാമനെക്കുറിച്ച് പറയും, സീതയെക്കുറിച്ച് പറയും, നിങ്ങൾ രാമായണവും മഹാഭാരതവും പറയും. സൂചിപ്പിച്ചതുപോലെ താങ്കളെ മനസ്സിലാക്കി ഇതിൻ്റെ ഉപസംഹാരം താങ്കളുടെ മനസ്സിലിരിക്കുന്ന ആ വാക്കുകൾ തന്നെ ഞാൻ ഉപയോഗിക്കാം എന്നാണ് കരുതുന്നത്. മുൻപ് അങ്ങനെ താങ്കൾ പ്രയോഗിച്ചൊരു കാര്യം ഞാനിപ്പോൾ പ്രയോഗിക്കാമെന്ന് കരുതുകയാണ്. എനിക്ക് സമയം ഒട്ടുമില്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു 5 സെക്കൻഡ് പറയാനുണ്ടോ? 5 സെക്കൻഡ്. ഇല്ല പറഞ്ഞോ, ലാലു പറഞ്ഞോ. യെസ്, എന്തായാലും ഇപ്പോൾ ഇവിടെ KT കുഞ്ഞുകണ്ണനൊക്കെ പറഞ്ഞതുപോലെ വർഗീയത ആണ് ഏറ്റവും അവസാനം പ്രയോഗിച്ച് ചില സീറ്റുകളെങ്കിലും അധികം നേടി 400-ലേക്ക് എത്താൻ പറ്റുമോ എന്നിപ്പോൾ BJP ഉറ്റുനോക്കുന്നത് എന്നാണ് നിരീക്ഷണം. അതിനപ്പുറം ഒന്നും അവരുടെ കയ്യിലില്ല എന്നും ഇപ്പോൾ നേടിയതിനപ്പുറം പലയിടത്തൊന്നും കിട്ടാനില്ല എന്നും പുതുതായി കിട്ടാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ധ്രുവീകരണങ്ങളൊക്കെ നടത്തി നോക്കിയാൽ മാത്രമേ എന്തെങ്കിലും പരീക്ഷണങ്ങളിലൂടെ കിട്ടാൻ ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ പരീക്ഷണമാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരള സ്റ്റോറി ദൂരദർശനിൽ. അത് ദൂരദർശൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്നതായിപ്പോയി എന്നതാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ അനിൽ ബോസ്, ശ്രീ ഉല്ലാസ് ബാബു, ഒപ്പം ശ്രീ ജേക്കബ് ജോർജ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.